ഫുട്ബോൾ ലോകത്ത് കഥകളെ വെല്ലുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരു സിനിമാ തിരക്കഥാകൃത്തിന് പോലും എഴുതി ഫലിപ്പിക്കാൻ കഴിയാത്തത്ര മനോഹരമായ ചില നിമിഷങ്ങൾ. അങ്ങനെയൊരു കഥയാണ് ലയണൽ മെസ്സിയുടെയും ലാമിൻ യമാലിന്റെയും ജീവിതം. വർഷം 2007. ബാഴ്സലോണയുടെ ക്യാമ്പ് നൗ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഒരു ചാരിറ്റി ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. അവിടെ വെച്ച് ക്യാമറയിൽ പതിഞ്ഞ ഒരു ചിത്രം വർഷങ്ങൾക്ക് ശേഷം ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. അന്ന് 20 വയസ്സ് മാത്രം പ്രായമുള്ള മുടിനീട്ടി വളർത്തിയ ലജ്ജാശീലനായ ഒരു ചെറുപ്പക്കാരൻ ഒരു നീല പ്ലാസ്റ്റിക് ടബിൽ കിടക്കുന്ന 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നോക്കുകയാണ്. ആ കുഞ്ഞിനെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന് പോലും അറിയാതെ പരുങ്ങി നിന്ന ആ 20കാരൻ ലയണൽ മെസ്സിയായിരുന്നു. അന്ന് ആ ടബിൽ കിടന്ന് മെസ്സിയുടെ കൈകളിൽ നിന്ന് കുളിച്ച ആ കുഞ്ഞ് മറ്റാരുമല്ല, ഇന്നത്തെ സ്പാനിഷ് അത്ഭുത പ്രതിഭ ലാമിൻ യമാലാണ്. ഒരു ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി യാദൃശ്ചികമായി എടുത്ത ആ ചിത്രം വർഷങ്ങളോളം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്നു. എന്നാൽ യമാൽ ഫുട്ബോൾ ലോകത്ത് തിളങ്ങി തുടങ്ങിയതോടെയാണ് ഈ ചിത്രത്തിന്റെ സത്യാവസ്ഥ പുറം ലോകം അറിയുന്നത്. പലരും ഇതൊരു എഡിറ്റഡ് ചിത്രമാണെന്ന് കരുതി. എന്നാൽ ഫുട്ബോൾ ദൈവം തന്റെ മാന്ത്രികത മുഴുവൻ ആ കുഞ്ഞിലേക്ക് പകർന്നു നൽകിയ നിമിഷമായിരുന്നു അതെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. ആ ചിത്രത്തിൽ തുടങ്ങിയ ബന്ധം അവിടെയും തീർന്നില്ല. മെസ്സിയെപ്പോലെ തന്നെ ബാഴ്സലോണയുടെ വിഖ്യാതമായ ലാമാസിയ അക്കാഡമിയിലൂടെയാണ് യമാലും വളർന്നു വന്നത്. മെസ്സി തന്റെ കരിയറിലെ തുടക്കത്തിൽ അണിഞ്ഞ ആ 19-ാം നമ്പർ ജേഴ്സി പിന്നീട് യമാലിന്റെ തോളിലായി. ഇന്ന് ബാഴ്സലോണയുടെ 10-ാം നമ്പർ ജേഴ്സിയിൽ അവൻ പന്തു തട്ടുമ്പോൾ കളിക്കളത്തിൽ അവന്റെ ഓരോ ചലനങ്ങളിലും മെസ്സിയുടെ നിഴൽ കാണാം. വർഷങ്ങൾക്ക് മുൻപ് മെസ്സിയുടെ കൈകളിൽ കിടന്ന ആ കുഞ്ഞ് ഇന്ന് മെസ്സിക്കെതിരെ പൊരുതാൻ തക്കവണ്ണം വളർന്നു കഴിഞ്ഞു. അർജന്റീനയും സ്പെയിനും നേർക്കുനേർ വരുമ്പോൾ ഈ പോരാട്ടം വെറുമൊരു മത്സരമല്ല, മറിച്ച് ഫുട്ബോൾ ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കാവ്യനീതിയുടെ പൂർത്തീകരണമാണ്. ഇതൊരു ഇതിഹാസത്തിന്റെ തുടക്കവും മറ്റൊരു ഇതിഹാസത്തിന്റെ വഴിമാറലുമാണ്.